ബിനു പാസ്റ്റർ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എഫേസ്യ ലേഖന പരമ്പര അദ്ദേഹം തുടരുന്നതാണ്. വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. ഓവർ ടു പാസ്റ്റർ ബിനു കൃഷ്ണപിള്ളി. പ്രൈസ് ലോർഡ്. നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന നല്ല മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. I would like to extend my thanks to everybody who has joined and my greetings to all who have joined for this Bible study in the name of our Lord and Savior Jesus Christ. നമ്മൾ എഫേസ്യ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. So we have been learning about the book of Ephesians. നമ്മൾ പറഞ്ഞു എഫേസ്യ ലേഖനം എന്ന് പറഞ്ഞാൽ ഒരു കാരാഗ്രഹ ലേഖനമാണ് നമ്മൾ പഠിച്ചു. We already studied that it is a prison epistle. ലേഖനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം നമ്മൾ പഠിച്ചു. We studied that it is known as the Queen of Epistles. ആമേൻ, സ്തോത്രം. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് പ്രാരംഭമായിട്ട് പറഞ്ഞത് ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധരും ക്രിസ്തേശുവിൽ വിശ്വാസികളുമായിരിക്കുന്നവർക്കാണ് താൻ ഈ ലേഖനം എഴുതിയത്. So we saw that in the first verse that Paul, an apostle of Jesus Christ, by the will of God, had written to the saints who were in Ephesus. ആമേൻ. നമ്മൾ പറഞ്ഞു ആ ദൈവ ഇഷ്ടത്താൽ എന്ന് പറയുന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൃപയെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തന്റെ ഇഷ്ടം കൊണ്ടല്ല പൗലോസ് ആ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്, മറിച്ച് ദൈവ ഇഷ്ടത്താലാണ്, കൃപയാലാണ് താൻ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. We also discussed that the will of God has got another name called grace, because Paul didn't come to do the ministry by his own will, but by the will of God. ആമേൻ, സ്തോത്രം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് പൗലോസ് ആ സഭയിലുള്ള എഫെസോസിലുള്ള വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാരെ എന്ന് പറയുന്ന ആമേൻ ഒരു പദമാണ്. ആമേൻ, സ്തോത്രം, അഭിസംബോധന ചെയ്യുന്നത്. Secondly, we discussed that Paul is addressing the members in Ephesus as saints. ആമേൻ. നമ്മള് യേശു ക്രിസ്തുവിൽ ഇപ്പോൾ വിശുദ്ധന്മാരായി തീർന്നിരിക്കുന്നു. പാപികളല്ല നമ്മൾ. കൺവെൻഷനും ആ ഒരു ചിന്ത നമ്മൾ കേട്ടു. നമ്മളിപ്പോൾ പാപികളല്ല, നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We also discussed that we are no longer sinners but saints in God. ആമേൻ. നമ്മൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We discussed in the word of God that we are justified by the blood of God. ആമേൻ, സ്തോത്രം. ആമേൻ, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് നീതിയായി തീർന്നു, വിശുദ്ധിയായി തീർന്നു, ജ്ഞാനമായി തീർന്നു എന്നുള്ള കാര്യം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ആമേൻ, സ്തോത്രം, വിശുദ്ധിയായി, നീതിയായി, ജ്ഞാനമായി തീർന്നു എന്നുള്ള വചനം നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We discussed that Christ became for us wisdom, righteousness, justification and redemption in God. ആമേൻ. അതിന്റെ 2 മുതലുള്ള ആമേൻ, സ്തോത്രം. അടുത്ത് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്. 2-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പൗലോസ് പറയുകയാണ്. So Paul is telling in the second verse, grace to you and peace from God our Father and Lord Jesus Christ. ആമേൻ, സ്തോത്രം. കൃപയും സമാധാനവും വർദ്ധിച്ചു വരുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. We discussed that grace and peace is something which is multiplied. ആമേൻ. 3-ാം വാക്യം തൊട്ട് വളരെ ആഴമേറിയ ദൈവവചന സത്യങ്ങളാണ് പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്. From the 3rd verse, Paul is telling about the greater mysteries from the Bible. ആമേൻ, സ്തോത്രം. 3-ാം വാക്യത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അത് ആമേൻ ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് എൻ്റെ ആത്മീക ജീവിതത്തെ ആമേൻ വളരെ വ്യത്യാസപ്പെടുത്തിയ ഒരു വചനമായിരുന്നു. വളരെ എൻ്റെ ചിന്താഗതികളെ തന്നെ മാറ്റിയ ഒരു വചനമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആ ദൈവവചനത്തിൽ പറയുകയാണ്. So the 3rd verse was a turning point for pastor's life, and it is mentioned that blessed be the God and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in heavenly places in Christ. അവൻ ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ മുഴുവൻ ആത്മീക അനുഗ്രഹങ്ങളും ഇപ്പോൾ എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവം പകരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലെ മുഴുവൻ ആത്മീക അനുഗ്രഹങ്ങളും എൻ്റെ മേലും നിങ്ങളുടെ മേലും ഇപ്പോൾ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ആത്മീക ജീവിതത്തിൽ വലിയ വ്യത്യാസത്തെ കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയായിത്തീരും.
So, to have that understanding that God has blessed us with every spiritual blessing in heavenly places, that God has blessed us with a lot of spiritual blessings in pastor's life and in our life. ആമേൻ സ്തോത്രം. ആ നമ്മുടെ ഉള്ളിൽ ഉള്ള ഈ മുഴുവൻ അനുഗ്രഹങ്ങളും ഇനി നമ്മുടെ ഉള്ളിൽ നിന്നും ആമേൻ സ്തോത്രം ഇനി പുറത്തേക്ക് ഒഴുകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. So all the spiritual blessing which is inside us should be start pouring outside. That's what Bible teaches us. ആമേൻ സ്തോത്രം. അത് നമ്മുടെ ഉള്ളിൽ നിന്നൊരു നദി പോലെ ഒഴുകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. It should flow like a river from inside us. ആമേൻ സ്തോത്രം. അതാണ് ബൈബിളിൽ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. യോഹന്നാൻ 7:37 കർത്താവ് അതാണ് പറയുന്നത്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും, മുകളിൽ നിന്ന് വരുമെന്നല്ല കർത്താവ് പഠിപ്പിച്ചത്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നദി ഒഴുകുമെന്നല്ല കർത്താവ് പറഞ്ഞത്, നദികൾ ഒഴുകുമെന്നാണ് ദൈവം പഠിപ്പിച്ചത്. It says in John chapter 7 verses 37 to 38, he who believes in me, as scripture has said, out of his heart will flow rivers of living water. ആമേൻ സ്തോത്രം. അപ്പോൾ ലോക ഉണർവിന്റെ നദി ഇരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഉള്ളിലാണ്. So the river which is for the spiritual revival of the world is inside us. ആമേൻ സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവമക്കളെ, എവിടെ നിൽക്കുമെന്ന് പറയാൻ കഴിയാത്തതുപോലെ അത്ര വലിയ ആത്മശക്തിയാണ് എന്റെയും നിങ്ങളുടെയും അകത്ത് പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അതാണ് പൗലോസ് പറയുന്നത്, ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമായി ഈ മൺകൂടാരത്തിനകത്താണ് ദൈവം ഇപ്പോൾ പകർന്നിരിക്കുന്നത്. So the mighty power of the Holy Ghost is inside us, which is, we are just temporary vessels for God, but it is inside us. ആമേൻ. അനന്തമായ ഒരു സാധ്യത നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിരിക്കും. അനന്തമായ ഒരു സാധ്യത. So God has put inside us a potential for him. ആമേൻ. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുമെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നു. So whatever we think or whatever we can do, God has put that spirit inside us which can do extraordinary things. Which we ആമേൻ. can. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ആമേൻ. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ, നിങ്ങൾ ചിന്തിക്കുന്നതിനുപരിയായി, നിങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ ആമേൻ നിങ്ങൾ ആമേൻ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I would like to thank Lord for the people who believe that we can do extraordinary things through Christ, what more than what we think. ആമേൻ. ഹല്ലേലൂയ. അപ്പോ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ ആത്മനദി ഒഴുകുവാൻ തുടങ്ങണം. So the river of living water should flow from. ആമേൻ. നമ്മൾ ആ നദിയെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 47 ഈ നദിയെ പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. We can see about this river in Ezekiel chapter 47. ആമേൻ സ്തോത്രം. അവിടെ പറയുന്നത് ആമേൻ നമുക്ക് അറിയാം. 47:1 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നും ജീവജല നദി ഒഴുകിയെന്നാണ് ബൈബിളിൽ പറയുന്നത്. It says that there was a water flowing from the temple, from the threshold of the temple. ആമേൻ സ്തോത്രം. അപ്പൊ അത് ഇനി നടക്കാൻ പോകുന്ന ഒരു പ്രവചനമാണ്. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു പ്രവചനമാണത്. It is a prophecy which is supposed to happen. ആമേൻ. യേശു ക്രിസ്തു ഇനി നടക്കാൻ ലോകത്തിൽ ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാണ്. The most important thing which is going to happen is the second coming of our Lord and Savior Jesus Christ. ആമേൻ സ്തോത്രം. അതിനുശേഷം 7 വർഷം ഈ ലോകത്തിൽ മഹോപദ്രവ കാലഘട്ടമായിരിക്കും. After that, the 7 years will be years of tribulation. ആമേൻ സ്തോത്രം. അതിന് 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. 3.5 വർഷക്കാലമായിട്ട് 7 വർഷക്കാലം ഈ ലോകത്തിൽ മഹോപദ്രവ കാലഘട്ടമായിരിക്കും. കർത്താവ് പറഞ്ഞു, ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി മേലാൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടമുണ്ടാകുമെന്നാണ് ദൈവം പറഞ്ഞത്. യേശു തിരുവായ് മൊഴിഞ്ഞ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. So Jesus has prophesied about this, the 3.5 years in the former time and the 3.5 years in the later time. It is going to be a period of tribulation for the whole world. അവൻ അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. 7 വർഷം കഴിയുമ്പോൾ ദൈവത്തിന്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകും. Then after the 7 years, the Lord Jesus will be coming in the clouds.
ആമേൻ. ആമേൻ, സ്തോത്രം. എതിർ ക്രിസ്തുവിനെ, ആന്റി ക്രൈസ്റ്റിനെ അവൻ തന്റെ വായിലെ ശ്വാസത്താൽ ഇല്ലാതാക്കുമെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നു. It says in the Bible that he will destroy the Antichrist through the breath of his mouth. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം യേശു, ആമേൻ, സ്തോത്രം, ദൈവാലയത്തിൽ, യെരുശലേമിലെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ അവൻ ഭരിക്കാൻ വേണ്ടി തുടങ്ങും. 1000 വർഷം അവൻ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, രാജാതി രാജാവായിട്ട് അവൻ ഈ ലോകത്തെ ഭരിക്കാൻ വേണ്ടി തുടങ്ങും. Jesus will reign in the temple of Jerusalem as the King of Kings after that. ആമേൻ. അന്ന് ഇന്ന് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ദൈവമക്കൾ രാജാക്കന്മാരായിരിക്കും. So the Christians who are suffering for the kingdom of God, they will be kings at that time. ആമേൻ, സ്തോത്രം. ഇന്ന് കഷ്ടം അനുഭവിക്കുന്ന നിങ്ങൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സുവിശേഷത്തിന് വേണ്ടി, ആമേൻ, സ്തോത്രം, ത്യാഗം അനുഭവിക്കുന്ന, ആമേൻ, പ്രിയപ്പെട്ടവർ അന്ന് കർത്താവിനോട് കൂടെ വാഴും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I would like to thank Lord for the people who believe that, who are still struggling for God, will reign with God in those 1000 years. ആമേൻ. അപ്പോ ഈ കർത്താവ് ലോകത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിനാകമാനം ഒരു വലിയ മാറ്റം സംഭവിക്കും. There will be a lot of changes when Jesus reigns over this 1000 years. ആമേൻ. ആമേൻ, ബൈബിൾ പഠിപ്പിക്കുന്നു, ഇതെല്ലാം നമുക്ക് എടുത്ത് വായിക്കാൻ സമയമില്ല. ഇത് ആമേൻ, സൂര്യന്റെ, ആമേൻ, പ്രകാശം 7 ഇരട്ടി വർദ്ധിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. Bible says that the heat of the sun, it will increase 7 times. ആമേൻ. ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റേത് പോലെയായി തീരും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. It seems the light of the moon also will be similar to that of the sun. എന്ന് പറഞ്ഞാൽ ചൂട് കൂടത്തില്ല, ഒരു AC ക്ലൈമറ്റ് പോലെ ആയിരിക്കും, പക്ഷെ പ്രകാശം വർദ്ധിക്കും. അതിനകത്ത് മറ്റൊരർത്ഥമുണ്ട്. അവൻ ഇരുട്ടിന്റെ ഒരു നിർജീവ പ്രവൃത്തികളും ഒരു പാപപ്രവൃത്തികളും അന്ന് ഈ ലോകത്തിൽ സംഭവിക്കത്തില്ല. So the climate will be a bit cold like that of an AC, but there will be more light and the powers of darkness will be eliminated. ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ആയിത്തീരും. ഏറ്റവും കുറഞ്ഞത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഒരു കുഞ്ഞ് മരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു 10, ആമേൻ, 300 400 ഒക്കെ വയസ്സ്, ആമേൻ, മനുഷ്യന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസിന് തുല്യമായി തീരും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. So the Bible says that the age of a man will be like to that of a tree. A child can be like, live up to like 300 to 400 years. ആമേൻ. ബൈബിൾ പറയുന്നു, സിംഹം, ആമേൻ, പശുവിനെ പോലെ വൈക്കോൽ തിന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. It will be a period where the lion will eat grass like the cow. ആമേൻ. ഓക്കെ, നമ്മൾ അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ 1000 വർഷ കാലഘട്ടത്തിലേക്ക് പോകും. അപ്പം സംഭവിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാക്യം ഒന്ന് വായിച്ച് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് വ്യക്തമാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം വായിച്ചേ. Isaiah 32 verses 15. നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും. ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും. മതി. ആമേൻ, സ്തോത്രം. ആമേൻ. അവിടെ പറയാണ്, ആമേൻ, 14-ാം വാക്യത്തിൽ നിങ്ങളൊന്ന് നോക്കിക്കേ. അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമാകും, കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറമായിരിക്കും. ഇതെല്ലാം നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് അടുത്ത വചനം പറയുകയാണ്, ഉയരത്തിൽ നിന്നും ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ആമേൻ. അപ്പോൾ മരുഭൂമി ഉദ്യാനമാകും. 1000 വർഷ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ മരുഭൂമി കാണത്തില്ല. ആമേൻ, സ്തോത്രം. അതെല്ലാം, ആമേൻ, അത് പറഞ്ഞു. In this 1000 years of reign, there will be no wilderness on this earth. And we can see in Isaiah chapter 14, it says about a lot of destruction. But from verses 15, it says that the Spirit will be poured upon us from above, and the wilderness will become a fruitful field. ആമേൻ. ഈ ലോകത്തിലെ സകല മരുഭൂമി ഉദ്യാനമായി മാറും. എന്ത് സംഭവിക്കുമ്പോഴാണെന്നറിയാമോ? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ ദൈവം പകരും, ഈ ലോകത്തിലേക്ക് പകരും. So this God will pour the Spirit from above on us, and all the wilderness in the earth will be transformed into a fruitful field. ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മരുഭൂ സമാനമായ പ്രശ്നങ്ങൾ, ജീവിതാനുഭവങ്ങൾ ആരുടെയെങ്കിലും മേൽ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അവൻ ആ മരുഭൂമിയെ ഉദ്യാനമായി മാറ്റുവാൻ ദൈവത്തിന് ഒരൊറ്റ നിമിഷം മതി.
So if anybody who's listening here today is undergoing a problem like that of a wilderness, just believe that God can transform that wilderness into a fruitful land. ഇന്ന് രാത്രിയിൽ മരുഭൂ സമാനമായ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഉദ്യാനത്തിന് സമാനമായി കാഴ്ചയ്ക്ക് മനോഹരമായ അനേകർക്ക് കണ്ണിന് ആസ്വാദനം നൽകുന്ന അനുഭവത്തിൽ മാറ്റുവാൻ ഉയരത്തിലെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചാൽ മതി. So the Spirit from above, the Holy Spirit, is going to transform things like wilderness in our life to fruitful things, which is eye-pleasing to many around us. ഇന്ന് രാത്രിയിൽ അങ്ങനത്തെ ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഈ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രിയിൽ വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളകത്തും അവൻ ദൈവത്തിന്റെ ശക്തി, ആത്മാവിന്റെ പകർച്ച, ഒരു അവൻ അഗ്നിമയമായ ഒരു അവൻ അഭിഷേകമായ അത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. Let the anointing of the Holy Spirit be upon the people who are in this online like fire on them അവൻ tonight. ശക്തമായ ഒരു ആത്മപകർച്ച മരുഭൂമിക്ക് സമാനമായി ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു അല്ലെങ്കിൽ ദൈവം മരുഭൂമി സൃഷ്ടിച്ചതായിട്ട് ബൈബിളിൽ എവിടെയും നമ്മൾ വായിക്കുന്നില്ല. We have not read in the Bible about God creating wilderness. ആമേൻ. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്ന യെശയ്യാ പ്രവാചകൻ പറയുന്നു ഭൂമിയെ അല്ലെങ്കിൽ മരുഭൂമിയായി സൃഷ്ടിച്ചത് പിശാചാണെന്നാണ് ബൈബിളിൽ പഠിപ്പിക്കുന്നത്. So Bible teaches us that the wilderness was created by Satan. ആമേൻ. ബൈബിൾ പറയുന്നു അവൻ ഭൂമിയെ പാർപ്പിനായി സൃഷ്ടിച്ചു എന്നാണ് ബൈബിളിൽ പഠിപ്പിക്കുന്നത്. Bible says that God created earth for us to live in. ആമേൻ. സ്തോത്രം. ദൈവം ആമേൻ വ്യർത്ഥമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്ന ദൈവമല്ല. So God is not a God who will do things for vain. അവൻ എന്നാൽ മരുഭൂമിയുടെ അനുഭവം ആരെങ്കിലും ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ അത് ചെയ്തത് ദൈവമല്ല, മറിച്ച് പിശാചാണ്. ഇന്ന് രാത്രി ആ അനുഭവങ്ങളെ ദൈവം മാറ്റാൻ വേണ്ടി പോകുകയാണ്. So if anybody is undergoing circumstances like wilderness, it is not created by God, it's created by Satan, and tonight God is going to transform that. ആമേൻ. എന്നാ അടുത്ത വചനം പറയുന്നു അവൻ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമായിട്ട് മാറുമെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നു. It also teaches us that this fruitful land is going to be like a forest. ആമേൻ. ഫോറസ്റ്റ് എന്ന് പറഞ്ഞ വനം എന്ന് പറഞ്ഞ അനേകം ജീവജാലങ്ങളെ വഹിക്കുന്നതാണ്. അനേകർക്കൊരു ആശ്രയ കേന്ദ്രമാണ് വനം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ആത്മശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നാൽ അനേകർക്കൊരു ആശ്രയമായി, അനേകർക്കൊരു ആശ്വാസമായി ദൈവത്തിന് നിങ്ങളെ മാറ്റാൻ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So forest is counted as like a shade to many living creatures. So tonight, for the people who believe, God is going to transform your life as a forest, which can be a shade to many people around you. ആമേൻ. സ്തോത്രം. അപ്പോ ഈ യേശു ക്രിസ്തു ഭരിക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് ഒരു ബൈബിൾ പറയുന്നു, ആമേൻ സ്തോത്രം, ദൈവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകുമെന്ന് ബൈബിളിൽ പഠിപ്പിക്കുകയാണ്. So Bible teaches us that a river will flow from the temple. ആമേൻ. എന്നിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, അതിനുശേഷം അരാബ എന്ന് പറയുന്ന നദിയിലേക്ക് ഈ നദി, ജീവജല നദി ചെന്നു ചേരുമെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നു. It says that this living river will flow to Araba. 8 verse 8 വായിച്ചേ. Verse 8. Ezekiel chapter 47 verses 8, Pastor. Yes. Then he said to me, this water flows towards the eastern region, goes down into the valley and enters the sea. When it reaches the sea, its waters are healed. ആമേൻ. അരാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചാവുകടലാണ്. അവിടെ ഒരു ജീവജാലങ്ങൾ പോലും ജീവിക്കാത്ത സ്ഥലമാണ്. ഒരു മത്സ്യം അതിനകത്തില്ല. ആ ചാവുകടലിൽ ഒരാൾ അവൻ വീണാൽ മുങ്ങി താഴ്ന്നു പോകത്തില്ല, മരിക്കത്തില്ല. അത് ചാവുകടൽ മേൽ പൊങ്ങിക്കിടക്കാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു ജീവജാലങ്ങൾക്കും താമസിക്കാൻ കഴിയാത്ത ആ നദി എന്തായിത്തീരും? പഥ്യമായി തീരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവജാലങ്ങൾക്ക് താമസിക്കുവാൻ അനുകൂലമായിട്ടുള്ള ആമേൻ സ്തോത്രം ഒരു ഘടകമായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം അതിനകത്ത് സൃഷ്ടിക്കുവാൻ ഈ ജീവജല നദിക്ക് കഴിയുമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. So Bible is teaching us that Araba, which is considered as a Dead Sea, where no living creature can live in, will be transformed by this living water which will flow, and it will be fruitful that every living creature can stay in that river. ആമേൻ. ബൈബിൾ അടുത്തവരായിട്ട് പറയുന്നത് അതിൽ ഒരു മഹാസമുദ്രത്തിലെ മത്സ്യം ആ ഒരു കടലിനകത്ത് ഒരു ആമേൻ സ്തോത്രം റിവറിനകത്തേക്ക് ഒരു മഹാസമുദ്രത്തിൽ എത്ര മത്സ്യമുണ്ടോ അതുപോലത്തെ മത്സ്യം 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരു മഹാസമുദ്രത്തിലെ മത്സ്യം അതിനകത്ത് ഉണ്ടാകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്.
It says in the 10th verse that there will be a great multitude of fish in that sea. അമേൻ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ജീവജല നദി നമ്മുടെ ദേശത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ മത്സ്യം എപ്പോഴും ആത്മാക്കളെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ സഭയെ ആത്മാക്കളെ കൊണ്ട് നിറയിക്കുവാൻ തക്കവണ്ണം അവൻ ഈ കൺവെൻഷനിൽ നമ്മൾ കേട്ട വചനങ്ങൾ അതൊന്നും നിഷ്ഫലമായി പോകാതെ ദേശത്തിൽ ഒരു ഉണർവിന് അത് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. Here the fish is symbolizing the souls in the kingdom of God, that is the church like us. And as we've heard in the convention, every prophecy which we have heard about the spiritual revival, let it happen in our churches, and let there be many people coming into our church, like how the multitude of fish is coming into this river. അമേൻ. അതുകൊണ്ടും തീരുന്നില്ല. അടുത്തായിട്ട് പറയുകയാണ്, ഈ നദിക്ക് അക്കരയും ഇക്കരയും 12 വിധം ഫലങ്ങൾ കൊടുക്കുന്ന അതത് വൃക്ഷങ്ങൾ ഉണ്ടാകുമെന്ന് ബൈബിളിൽ പഠിപ്പിക്കുകയാണ്. So Bible is also teaching us that there will be trees in this river. Verse 12 അതിന്റെ രണ്ടാം ഭാഗം പറയുന്നു, നദിക്ക് അക്കരെ ഇക്കരെ തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടത്തില്ല, ഫലം ഇല്ലാതെ പോകത്തില്ല, അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട്, കണ്ടോ, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും, അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും എന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നു. So in verse 12 it says, along the bank of the river it will grow all kinds of trees used for food. Their leaves will not wither, their fruit will not fail. They will bear fruit every month, because their water is flowing from the sanctuary, and the fruit will be used for food and the leaves for medicine. ആമേൻ, സ്തോത്രം. അപ്പോ ഓരോ മാസവും പുതിയ ഫലങ്ങൾ. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ജീവജല നദി ഒഴുകാൻ തുടങ്ങിയ ഒരു ഫലമല്ല ദൈവമക്കളെ ഉണ്ടാകുന്നത്. ഓരോ മാസവും ഇത് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഓരോ മാസവും പുതിയ ഫലങ്ങൾ കൊടുക്കത്തക്ക നിലവാരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ജീവജല നദി ഇരിക്കുന്നത് എന്റെയും നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ജീവജല നദി ഒഴുകണം നമ്മുടെ ഉള്ളിൽ നിന്നും. ആത്മശക്തി നമ്മളിൽ നിന്ന് വ്യാപരിക്കാൻ തുടങ്ങണം. അവൻ എവിടെങ്കിലുമൊക്കെ അത് ബ്ലോക്ക് ചെയ്ത് ചെയ്യപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, അവൻ മറ്റുള്ളവരോട് നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ജീവജല നദി ഒഴുകത്തില്ല കേട്ടോ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ തിന്മയുടെ അനുഭവത്തിൽ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് മാനസാന്തരപ്പെട്ടെ ദൈവത്തിങ്കലേക്കൊന്ന് മടങ്ങി വന്നേ. ഇന്ന് രാത്രി ആ ജീവജല നദി നിങ്ങളിൽ നിന്ന് ഒഴുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തിയ അഭിഷിക്തന്മാർ, ഹല്ലേലൂയ, അവരൊക്കെ അവരുടെ മേൽ നിന്നെല്ലാം ആത്മശക്തിയാ വ്യാപരിച്ചത്. ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ആത്മശക്തി പ്രവഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിലും, ഹല്ലേലൂയ, പിശാചിന്റെ പദ്ധതി എന്തെന്നറിയാമോ? അതിനെ മൂടുക, ഇത് നിങ്ങളിൽ നിന്ന് ഒഴുകരുത്, ഈ ആത്മശക്തി നിങ്ങളിൽ നിന്ന് ചലിക്കരുത് എന്നുള്ളതാണ് പിശാചിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. So here the living water is inside us, which is symbolizing the anointing of the Holy Spirit. If we are angry with anybody, this living water will not flow. And we can see a lot of preachers among us who have the anointing of Holy Spirit, who have been used by God for spiritual revival. So if we are submitting to that and we are removing the sin among us and we are repenting towards God, God is going to do that spiritual revival, and out of us will flow this living water. നമുക്കറിയാം, ഞാൻ ഇതോടെ പറഞ്ഞിട്ട് എഫെസ്യൻസിൽ മടങ്ങി വരാം, അല്ലെങ്കിൽ ഈ വിഷയത്തിലേക്ക് ഇങ്ങനെ പോകും. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം, ഈ ഇസ്ഹാക്ക് ദൈവസന്നിധിയിൽ അവൻ വിതയ്ക്കുന്നു, അവൻ 100 മേനി ഫലം കൊയ്തു എന്നാണ് ബൈബിളിൽ പറയുന്നത്. So we can see in the Bible that Isaac, he had reaped around 100. സ്തോത്രം. ശത്രുവിന് മനസ്സിലായി ഇവൻ വിതച്ച് കൊയ്യുന്നതിന്റെ കാരണം അവൻ ആ കിണറുകൾ ഉള്ളത് കൊണ്ട്, അതിലെ വെള്ളം കൊണ്ടാണ് അവൻ 100 മേനി കൊയ്തതെന്ന് പിശാചിന് മനസ്സിലായി, അല്ലെങ്കിൽ ശത്രുവിന് മനസ്സിലായി. So the enemy of Satan understood that Isaac was able to reap this much because of the wells he had. സ്തോത്രം. ശത്രു ചെയ്തത് അവൻ ആ കിണറുകളെ അവൻ മൂടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So what the enemy did is he tried to cover these wells. സ്തോത്രം. പക്ഷെ ഇസ്ഹാക്ക് ചെയ്തത്, അയ്യോ മൂടിപ്പോയല്ലോ എന്ന് പറഞ്ഞ്, ശത്രു മൂടിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്തത്, അവൻ വീണ്ടും കുഴിക്കാൻ തുടങ്ങി. So what Isaac did is he was not disappointed that Satan or enemy had covered these wells. He was not disappointed, but he started to dig again.
ആമേൻ, സ്തോത്രം. ആമേൻ. അതിന്റെ ഈ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ നമ്മൾ 21-ാം വാക്യത്തിൽ വീണ്ടും കാണുകയാണ്. അവർ മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ചും അവർ ശണ്ടയിട്ടത് കൊണ്ട് അവർ അതിന് സിത്ന എന്ന് പേർ വിളിച്ചു എന്ന് ബൈബിളിൽ കാണുകയാണ്. We can see in Genesis chapter 26, verses. So they had tried to dig another well, and again the enemy tried to block that, and they called it Sidna. ആമേൻ, ആമേൻ. ഇസഹാക്ക് ചെയ്ത എന്താ? അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടം ഉണ്ടാക്കി ദേശത്ത് നാം വർദ്ധിക്കും എന്ന് പറഞ്ഞ് അവൻ അത് രഹബോത്ത് എന്ന പേരിട്ടു. So this is in which verse, Pastor? 22. So in verse 22, we can see that Isaac moved from there, and he did not quarrel when the enemy tried to cover that well. He called its name Rehoboth because he said, the God has made room for us and we shall be fruitful in the land. ആമേൻ, സ്തോത്രം. ഇവിടെ ഇസഹാക്ക് ചെയ്തതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ മൂടാൻ പിശാച് ശ്രമിക്കും. ഹല്ലേലൂയ. ദുഃഖത്തെ, നിരാശകളെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മളിലേക്ക് അവൻ കൊണ്ടുവന്ന് ഈ ആത്മീയ ഉറവയെ മൂടിക്കളയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വാക്കുകൾ നിമിത്തം, ആമേൻ, സ്തോത്രം, ഈ ആത്മീയ ഉറവയെ മൂടുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. എന്നാൽ ഇവിടെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇസഹാക്ക് തയ്യാറല്ലായിരുന്നു. അവൻ ശത്രു ശണ്ടയിട്ടു, പക്ഷേ അവൻ മാറിപ്പോയി വീണ്ടും അവൻ കിണറുകളെ കുഴിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അവസാനം എന്താ ചെയ്തത്? ശത്രു പരാജയപ്പെട്ടു. അവൻ ദൈവം തനിക്ക് ഇടം നൽകുമെന്ന് പറഞ്ഞ് അവൻ രഹബോത്ത് എന്ന് അവൻ അതിന് പേരിടുക. ഇന്ന് രാത്രിയിൽ ഒരു രഹബോത്തിന്റെ ശത്രുവിന് അവൻ നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങളെ മൂടാൻ കഴിയാതെ വണ്ണം ദൈവം നിങ്ങൾക്ക് ചില ഇടങ്ങളെ ദൈവം നമ്മുടെ മേൽ അവൻ തുറന്നു തരാൻ വേണ്ടി പോകുകയാണ്. ആത്മീയ അനുഭവങ്ങളെ തുറന്നു തരാൻ വേണ്ടി പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I would like to thank people who believe that God is going to do a Rehoboth in our life in circumstances where our spiritual experiences was blocked by Satan through depression or any emotional needs or anything like that, by words which must have hurted us. Here, let a Rehoboth be among us and let it create new in us, which is fruitful. ആമേൻ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ ഇപ്പോൾ. So we discussed that we have all the spiritual blessings from heaven. ആമേൻ. നിങ്ങളത് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവ്, ഈ ആത്മീയ അനുഗ്രഹങ്ങൾ എൻ്റെ മേൽ നിന്നും വരും ദിവസങ്ങളിൽ എൻ്റെ ഭവനത്തിലേക്ക്, ആമേൻ, സ്തോത്രം, ദേശങ്ങളിലേക്ക്, സഭകളിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഞാനതിനെ റിലീസ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. So everybody should start praying that let this spiritual blessing flow from me and let it go towards the cities and let there be a spiritual revival among us. നിങ്ങളുടെ ഭവനത്തിൽ സമാധാനമില്ലയോ? നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. എന്റെ മേൽ നിൽക്കുന്ന ഈ അഭിഷേകം, ഈ ആത്മീയ സ്തോത്രം നദി ഒഴുകട്ടെ എന്ന് ഞാൻ അതിനെ റിലീസ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ ദേശങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് നിങ്ങൾ അതിനെ തുറന്നു വിടണം. ഹല്ലേലൂയ. റിലീസ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. We should start releasing the spiritual river which is inside us to many around us. ആമേൻ. അടുത്ത വചനം പറയുന്നത്, ആമേൻ, 4, 5, 6 വാക്യങ്ങൾ, ആമേൻ, സ്തോത്രം, ഇങ്ങനെയാണ് പറയുന്നത്. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. 4, 5, 6. So from verses 4 we can see that he has chosen us before the foundation of the world, that we should be holy and without blame before him in love, to the praise of the glory of his grace, which he made us accepted in the beloved. In him we have redemption through his blood, the forgiveness of sins according to the riches of his grace. ആമേൻ. അവിടെ 4-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നു, അവൻ നമ്മെ തെരഞ്ഞെടുത്തു. In 4th verse we can see that he has chosen us. ആമേൻ. 5-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ നമ്മെ ദത്തെടുത്തു. In 5th verse we can see that he has adopted us. ആമേൻ. 6-ാം വാക്യത്തിൽ പറയുന്നു, നമ്മെ മുൻ നിയമിച്ചു. In 6th verse he has accepted us. ആമേൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. So tonight we are going to discuss these 3 things. ആമേൻ. ഒന്നാമത് പറയുന്നു, അവൻ നമ്മെ തെരഞ്ഞെടുത്തു. അത്
ആ തെരഞ്ഞെടുപ്പ് ലോക സ്ഥാപനത്തിന് മുന്നമേയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. So God chose us before the foundation of the world. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്തല്ല ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്. So what we should consider is God has not chosen us when we accepted him. പൗലോസിന് ഈ വെളിപ്പാട് നമുക്കറിയാം. പൗലോസിന് ആദ്യത്തെ വെളിപ്പാട് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകും മുമ്പേ എന്നെ കണ്ട ദൈവമെന്ന് പൗലോസ് പറയുന്നുണ്ട്. So Paul is telling that God who has seen me before I was conceived in my mother's womb. പൗലോസിന് മനസ്സിലായി, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ പൗലോസിന് മനസ്സിലായി, എന്നെ അപ്പോഴല്ല കണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ഉലക സ്ഥാപനത്തിന് മുന്നമേ, ഹല്ലേലൂയ, ആദിയിൽ എന്നെ ദൈവം കണ്ടു എന്ന് പൗലോസ് പിന്നീട് പറയുന്നുണ്ട്. And later Paul realized that God saw me before he laid the foundation of the world. കുറച്ചുകൂടെ വെളിപ്പാട് വീണ്ടും മാറുകയാണ്. ആദിയിലും അല്ല ദൈവം എന്നെ കണ്ടത്, അനാദിയിലാണ്. അനാദികാലം മുമ്പേ ദൈവത്തിന്റെ പരമഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം എന്നാണ് സഭയെ പറ്റി പൗലോസ് പഠിപ്പിക്കുന്നത്. Then he got the revelation that he was chosen by God more before he laid the foundation, much earlier, and it was the mystery. The church was a mystery then. അനാദി എന്ന് പറയുന്നത് ആദിക്ക് മുന്നമേയാണ് അനാദി എന്ന് പറയുന്നത്. So it is നമുക്കറിയാം, ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. So Bible teaches, so it says in Genesis 1 that in the beginning God created heaven and earth. അപ്പോൾ അനാദി എന്ന് പറയുന്നത് അതിനും മുന്നമേയാണ് അനാദി എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ പറയാൻ പറ്റത്തില്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. So the term anadi which pastor is mentioning is something which is before this beginning. അപ്പൊ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളെ ദൈവം കണ്ടത് അനാദി മുമ്പെയാണ്, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുന്നമേയാണ്. So we should realize that God has seen us and chosen us before than he laid the foundation of the world. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ തെരഞ്ഞെടുപ്പിന്റെ വലിപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ. So just consider the depth of your calling. ഭൂമിയെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നത് ഏകദേശം 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്, 4.5 ബില്യൺ ഇയേഴ്സിന് മുമ്പാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടതെന്ന് ബൈബിളിൽ ശാസ്ത്രം പറയുന്നത്. So science is teaching us that the earth was created before 4.5 billion years. യൂണിവേഴ്സിനെ പറ്റി പറയുന്നത് ഏകദേശം 13.5 ബില്യൺ ഇയേഴ്സിന് മുമ്പാണ് യൂണിവേഴ്സ് സൃഷ്ടിക്കപ്പെട്ടതായിട്ട് ശാസ്ത്രം പറയുന്നത്. So science is teaching that universe was created before 13.5 billion years. അതിനും മുന്നമേയാണ് ദൈവം എന്നെ ക്രിസ്തുവിൽ കണ്ടതെങ്കിൽ എന്റെയും നിങ്ങളെയും മേൽ നിൽക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ എത്ര മഹത്വമുള്ളതാണ്, എത്ര ആഴമേറിയതാണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So God saw us in Christ even before that, and I would like to praise God for the people who understand how God has chosen us. പിശാച് നിങ്ങളോട് പറയും, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയൊന്നുമില്ല. So Satan will tell us that God has no purpose for you. നിന്നെക്കുറിച്ച് നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല. സ്തോത്രം, അവർക്കൊക്കെ വലിയ വിളിയാണ്, പക്ഷെ നിനക്കൊരു വിളിയുമില്ല. So Satan will sometimes come and tell us that they have got a greater calling, you have no calling. പക്ഷെ പിശാചിനോട് പറയണം, പിശാച്, എന്റെ വിളി, എന്നെ ദൈവം കണ്ടത് ഉലക സ്ഥാപനത്തിന് മുന്നമേയാണ്. ആ ദൈവത്തിന് എന്നെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്, വലിയ സ്വപ്നങ്ങൾ ദൈവത്തിനുണ്ട്. So we should tell Satan that God has chosen us before the foundation of the world, and he has got great promises and great dreams about us. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വ്യത്യസ്തമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. So we can see in Isaiah that God's ways are higher than our ways, like how heavens are higher than the earth. ഇന്ന് രാത്രിയിലും സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തത് ആഴമേറിയ ദൈവിക പ്ലാനോടുകൂടെയാണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So God has chosen us with a greater plan which is so deep, and I would like to thank Lord for people who realize this. നമ്മൾ ആ
നമ്മൾ മനസ്സിലാക്കേണ്ട ക്രിസ്തുവിലാണ് ദൈവം നമ്മളെ കണ്ടത്. So God has chosen us through Christ. ആമേൻ. അപ്പോ യേശു ക്രിസ്തു സ്തോത്രം നേടിയ കാൽവറി ക്രൂശിൽ നേടിയ ജയം എന്റെയും നിങ്ങളുടെയും ജയമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. So you must understand that the Christ who has gained victory in the cross is our victory as well. ആമേൻ. നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ അവനോടുകൂടെ മരിച്ചു. നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ഉയർത്തെഴുന്നേറ്റവരാണ്. In baptism, like how the former body was buried, and when it was got up, we have raised up with Jesus Christ from the അപ്പോ water. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ സാത്താന്റെ തലയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. So when Jesus rose, resurrected on the third day, breaking the head of Satan, we were also there in that. ആമേൻ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. അവന്റെ ജയം നാം അവനിൽ വിശ്വസിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജയമാണെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. So when we believe in Christ, we have that victory which he got through the resurrection. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഇത് ആഴമേറിയ ഒരു വചന സത്യമാണ്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നേടിയ ജയം. ആമേൻ. യേശു കാൽവരിയിൽ മരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഞാൻ അത് തിരിച്ചോത്രം Believe ചെയ്യുക. that we gained victory through Christ when he had gained victory over the cross, and this is through believing in him. ആമേൻ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു, 1 കൊരിന്ത്യലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ വിളിയെക്കുറിച്ച് പറയുകയാണ്. ഒന്ന് വായിച്ചേ. ആമേൻ. സ്തോത്രം. റോമാലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. Romans chapter 1 verses 27. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക റോമർ 1:27 അല്ലേ? അതെ. 1:27. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. 1 Corinthians chapter 1 verse 27. 26 മുതൽ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. വായിച്ചേ, ഇംഗ്ലീഷ് വായിച്ചേ. For consider your calling, brethren, that there were not many wise according to the flesh, not many mighty, not many noble. But God has chosen the foolish things of the world to shame the wise, and God has chosen the weak things of the world to shame the things which are strong, and the base things of the world, and despised God has chosen the things that are not, so that he may nullify the things that are, so that no one may boast before God. Praise the Lord. Hallelujah. അപ്പോൾ ദൈവവചനം പറയുകയാണ്, ആമേൻ, സ്തോത്രം, നമ്മുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ നമ്മുടെ ദൈവസഭയിൽ നമ്മളെക്കാൾ ജ്ഞാനികളായിട്ടുള്ളവർ ദൈവസഭയ്ക്ക് പുറത്താണുള്ളത്. ബലവാന്മാരില്ല, കുലീനന്മാരും ഇല്ല. ഉള്ളതിനെ ഇല്ലാതാക്കുവാൻ സ്തോത്രം ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെയെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. ഹലോ, ഷെർലിൻ മ്യൂട്ട്. So we can see in this verse that there were many people who are noble, mighty, and who are wise outside the church, but God has not chosen them. He has chosen us who were despised and who were weak and who were of the foolish. ആമേൻ, സ്തോത്രം. അപ്പോ ഇന്ന് രാത്രിയിലും നമ്മുടെ വിളിയെ പറ്റി നമ്മൾ അറിയണം. ദൈവം ലോക സ്ഥാപനത്തിന് മുന്നമേ ദൈവം നമ്മളെ കണ്ട് തിരഞ്ഞെടുത്തതാണ്, ദൈവം നമ്മളെ വിളിച്ചതാണ്. So tonight we must consider the fact that God has chosen us before he laid the foundation of the world. ആമേൻ. അടുത്ത വചനം പറയുകയാണ്, തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം
യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുന്നു. So in the 5th verse, we can see Ephesians 1 verse 5, having predestined us to adoption as sons by Christ to himself, according to the good അവൻ pleasure of എന്താണ് his ഈ will. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by adoption? എനിക്ക് അറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കല് കേരളത്തിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തായി. So in Kerala, there is a place called Kottarakara. അവിടെ ഭ്രാന്തിയായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. There was a lady who was mad. അവര് ആ തെരുവുകളിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. She used to wander in the streets. അവര് ഒരു ദിവസം സാമൂഹ്യ വിരുദ്ധരാൽ ഗർഭിണിയാകുവാൻ, പ്രഗ്നന്റ് ആകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So one day she got pregnant by activists. അവര് ആ പ്രസവാൻ 2 ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവർ മരിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So she gave birth to twins and at the time of childbirth. സ്തോത്രം. ഈ വാർത്ത പത്രങ്ങളിൽ വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നടന്ന സംഭവമാണ്. This is a true incident and it came to in the news. അപ്പൊ ഈ വാർത്ത പത്രങ്ങളിൽ വന്ന സമയത്ത് ഒരു അമേരിക്കക്കാരൻ ആരോ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So an American person came to know about this incident through one of his sources. അദ്ദേഹം സ്തോത്രം ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറായി ഇന്ത്യയിലേക്ക് കടന്നു വന്നു. So this American person, he came to India to adopt these twins. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിൽ കടന്നു വരികയും തന്റെ ഈ ദത്തെടുക്കുന്നതിന് സ്തോത്രം ഒരു ഗവൺമെന്റിന്റെ ഒരു നിബന്ധനയുണ്ട്. ഈ ദത്തെടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ദത്തെടുക്കുന്ന വ്യക്തിക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങൾ മുഴുവൻ ഈ കുഞ്ഞുങ്ങൾ അവരുടെ മരണാനന്തരം അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി വെക്കണമെന്നൊരു നിബന്ധന സ്തോത്രം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. So there was a rule from the government that the person who adopts these twins, once he dies, all his property and everything will go towards these children. ഈ മനുഷ്യൻ വളരെ സമ്പന്നനായിരുന്നു. കോടികളുടെ വിലയുള്ള കാറുകളും ബംഗ്ലാവുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. So he was a very rich man. He had bungalow and cars, and he took the kids to America. സ്തോത്രം. അവിടെ ചെന്നു ആ കുഞ്ഞുങ്ങൾ ഈ മില്യൺസ് ഓഫ് ഡോളറിന്റെ അവകാശികളായി വലിയ സ്വത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So these children became heirs to this lot of richness and money in America. കൊട്ടാരക്കര തെരുവിൽ ഏതോ ഒരു സ്തോത്രം ഭ്രാന്തിയുടെ മക്കളായിട്ട് ജനിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ യോഗ്യതയുമില്ല അമേരിക്കയിലുള്ള ഏതോ ഒരു കോടീശ്വരനായിട്ടുള്ള വ്യക്തിയുടെ കുഞ്ഞുങ്ങളായിട്ട് അവരെ ദത്തെടുക്കുവാൻ അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സ് തോന്നി. So these children, they were not worthy to be adopted by a rich man in America because they were born in the streets of a small city called Kottarakara in Kerala. ഇതുപോലെ സ്വർഗസ്ഥനായ ദൈവം യാതൊരു യോഗ്യതകളും ഇല്ലാതിരുന്ന സ്ഥാനത്താണ് ദൈവം നമ്മളെ ദത്തെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. Similar to that, God has adopted us even though we were unworthy of it. ആ ദത്തെടുത്തതിന് കൊടുത്ത വില എന്ന് പറയുന്നത് തന്റെ പുത്രന്റെ വിലയേറിയ രക്തമായിരുന്നു. So the price he paid was the blood of his beloved son. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളാണ് ഞാനും നിങ്ങളും എന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. So I would like to thank Lord for people who believe that we were purchased with the innocent blood of Jesus Christ. പിശാച് പറയും നിനക്കൊരു വിലയുമില്ലെന്ന് പറയും. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ വിലയുള്ളവനാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. So Satan will come and say that you are not worthy or you have no value, but we must understand that we are of great value and worthy. ദൈവത്തിന്റെ സകല ബ്ലെസ്സിങ്ങുകൾക്കും ദൈവം നമ്മളെ ദത്തെടുക്കുന്നതിലൂടെ ദൈവം നമ്മളെ അവകാശികളാക്കി മാറ്റി. So once he adopted us, he has made us heirs to this heavenly blessings. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ 11 എഫേസ്യ ലേഖനത്തിൽ തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് അന്നേരം കൂടുതലായിട്ട് ചിന്തിക്കാം.
11-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവനിൽ നാം അവകാശം പ്രാപിച്ചു എന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നത്. വേഴ്സ് 11. In the 11th verse, we can see that we have obtained an inheritance. നമ്മളിപ്പോൾ ക്രിസ്തുവിൽ അവകാശം പ്രാപിച്ചവരാണെന്ന് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I would like to thank Lord for the people who believe that we have received inheritance through Christ. അടുത്ത വചനത്തിൽ നമ്മൾ വായിക്കും, നിങ്ങൾക്കത് ഈ ദത്തെടുക്കുക എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അടുത്ത വചനത്തെ പോകണം. അടുത്ത വചനം പറയുന്നത് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു. So this is the next verse, Pastor. Yeah, 12th verse. Verse 6. Yeah. So in verse 6, we can see that to the praise of his glory, by which he made us accepted in the beloved. Praise the Lord. അപ്പൊ അവിടെ പറയുന്ന ഒരു പദം ശ്രദ്ധിച്ചേ, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. Pastor, അത് 6 തന്നെയാണോ? അത് Ephesians 1 verse 6. അതെ, മലയാളത്തിൽ 6 ആണ്. Okay. So basically 5 onwards. 5 കൂടെ ചേർത്ത് വായിച്ചു അതിനകത്ത്. So having predestined us to adoption as sons by Christ to himself, according to the good pleasure of his will, to the praise of the glory of his grace, by which he made us accepted in the beloved. In him we have redemption through his blood, the forgiveness of sins, according to the riches of his grace. ഇവിടെ ദൈവവചനത്തിൽ പറയുകയാണ് അവൻ നമ്മെ സ്നേഹത്തിൽ മുൻനിയമിച്ചു. So he has predestined us through love. മലയാള പരിഭാഷ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവൻ പ്രിയനായവനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. അപ്പോ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സൗജന്യമായിട്ടാണ് ദൈവത്തിന്റെ കൃപയും ദാനങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത്. So God has given us this grace freely through Christ. ആ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സ്നേഹത്തിൽ മുൻനിയമിച്ചിരിക്കുന്നത്. So because of the praise of his glory, he has predestined us through love. അപ്പോ ദൈവത്തിന്റെ കൃപാമഹത്വം എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. So God is desiring that the praise of his glory should be manifested in each of us. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ മഹത്വം എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എത്ര പേർക്ക് തിരിച്ചറിയുന്നുണ്ട്? How many people are considering that God is desiring that we should have the praise of his glory? എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവ മഹത്വമുണ്ടെന്ന് എത്ര പേർക്കറിയാം? How many of you know that we have the glory of God among us or in us? നമ്മൾ മഹത്വം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ? We often pray for the glory. കർത്താവേ നിന്റെ മഹത്വം കൊണ്ട് നിറയ്ക്കണമേ നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? തെറ്റൊന്നുമില്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ തെറ്റല്ല. John chapter 17 verses 22. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അതിന്റെ 22-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്, നീ എനിക്ക് തന്നിട്ട് അതല്ലേ വായിച്ചത്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. The glory which you gave me, I have given them. അങ്ങനെയല്ലേ സ്തോത്രം. അപ്പോ ദൈവവചനം പറയുകയാണ്, യേശു പറയുകയാണ്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. So Jesus is telling here that the glory which you have given me, I have given to them. അത് പാസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്, കൊടുക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശു പറയുകയാണ്, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു.
So this is something which Jesus has said in the past, and he's mentioned that this is in the past and not something in the future. It is already given to them. ഇന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ കറക്റ്റ് 9:45 തന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. So everybody please listen carefully. We will close at the right time. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ചർച്ചിൽ ഒന്ന് പ്രസംഗിക്കണമെന്ന് താല്പര്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ദൈവ പ്രേരണ ഉണ്ടായി. അടുത്ത ഒരു പുതിയ സീസൺ ദൈവം തുറക്കാൻ വേണ്ടി പോകുകയാണെന്ന്. So I received a kind of direction from God that a new season is going to be manifested. ദൈവം എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു പുതിയ സീസൺ ദൈവം തുറക്കാൻ വേണ്ടി പോകുകയാണ്. So God was talking to Pastor, and he felt in his heart that God is going to open a new season. അതൊരു ദൈവ മഹത്വത്തിന്റെ സീസൺ ആയിരിക്കും. So it will be a season of God's glory. അന്ത്യകാല ഉണർവെന്ന് പറയുന്നത് മഹത്വത്തിന്റെ ഉണർവായിരിക്കും. So the spiritual revival, the last days revival will be a revival of glory. ദൈവത്തിന്റെ ജനത്തിന് പീഡകൾ വർദ്ധിക്കുന്നത് പോലെ തന്നെ ലോകം മുഴുവനും ദൈവ മഹത്വം കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. Like how the tribulations are increasing in these last days, the whole world will be filled with the glory of God. ദൈവം തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് ചലിക്കുന്നവരിലൂടെ അസാധാരണമായ ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. So the Lord is going to use the people who are submitting himself in his hands, and extraordinary things are going to be done through him. നമ്മുടെ സഭയിലും ആ ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. So God is desiring that the glory of God should be manifested in our church also. സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ ഈ ദൈവശബ്ദം എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന സമയത്ത് ഞാനിങ്ങനെ അടുത്ത ദിവസം യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു ദൈവദാസൻ ഇതേ വിഷയത്തെ പറ്റി സ്തോത്രം സംസാരിക്കുക. ബാംഗ്ലൂരിലുള്ള ഒരു ചെറിയ ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു അദ്ദേഹം. അദ്ദേഹവും ഇതേ വിഷയത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്തോ ഇതിൽ കൂടെ സംസാരിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. So when pastor had this thought in his heart, he saw a YouTube video, and the pastor in that YouTube video also spoke about the same thing, and pastor got the confirmation that God is going to do something new. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് സ്തോത്രം എല്ലാവരും പാപം ചെയ്ത് നിത്യത നഷ്ടപ്പെടുത്തിയ നല്ല വായിക്കുന്നത്. പിന്നെയോ എന്താ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ വായിക്കുന്നത്? ദൈവ മഹത്വം നഷ്ടപ്പെടുത്തിയെന്നാണ് വായിക്കുന്നത്. So Bible says that all have sinned and fall short of the glory of God. ദൈവ മഹത്വത്തിൽ നിന്നാണ് മനുഷ്യൻ വീണുപോയത്. So man has fallen away from the glory of God. ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ തോട്ടത്തിൽ ആക്കി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. So we can see that God made man in his vineyard. സ്തോത്രം. അപ്പോ ദൈവത്തിന്റെ തോട്ടത്തിൽ ആക്കിയ മനുഷ്യൻ അവൻ നഗ്നനെന്ന് അറിഞ്ഞില്ല എന്നും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. So the man which God created, he didn't knew that he was naked when he was placed in the garden. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവ മഹത്വത്താൽ നിറയപ്പെട്ട മനുഷ്യനായിരുന്നു. Because he was filled with the glory of God. അവൻ പാപം ചെയ്ത സമയത്താണ് ദൈവം വരുന്ന ശബ്ദം കേട്ടിട്ട് അവൻ ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ചോദിക്കുകയാണ് ആദമേ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഞാൻ നിന്നെ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ ഭക്ഷിച്ചുവോ എന്ന് ദൈവം ചോദിക്കുകയാണ്. So here when he sinned, the grace has removed, and he was hiding, and God is asking, where are you? And he says he's not coming in front of God, and God is asking him, have you eaten the forbidden fruit? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാണ് മഹത്വത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയത്. So when they disobeyed God, they fall short of the glory of God. നമുക്കറിയാം, ഞാൻ മേപ്പോട്ട് നോക്കിയത് ഈ ബൾബിന്റെ ഒരു കത്തി നിൽക്കുന്ന സമയത്ത് ഈ ഫിലമെന്റ് ഉള്ള ബൾബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കത് കാണാൻ പറ്റത്തില്ല. ഫിലമെന്റിനെ നമുക്കത് കാണാൻ കഴിയത്തില്ല. പക്ഷെ അത് സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അതിനകത്തൂടെ ഫിലമെന്റ് കാണാൻ പറ്റും. ഇതുപോലെ ദൈവ മഹത്വത്താൽ നിറയപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ആ ദൈവ തേജസ്സിനകത്തുനിന്ന് വീഴുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So similar to like a filament, when
there is no light, it can be seen, but when it is switched on, it cannot be seen. Similar to that, the man who has got the glory of God, when it is away from him, it will be manifest. അവൻ നമുക്കറിയാം കുറച്ചുകൂടെ കഴിയുമ്പോൾ ദൈവം തന്റെ മഹത്വം അവൻ പലർക്കും വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. So in the later we can read about how God manifested his glory to many people. ആമേൻ, സ്തോത്രം. അപ്പോൾ ദൈവം മോശയ്ക്ക് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. We can see how he revealed his glory to Moses. ആമേൻ. ഒരുപക്ഷേ പഴയ നിയമത്തിൽ ഏറ്റവും വലിയ ദൈവ മഹത്വം കൊണ്ട് നിറയപ്പെട്ട മനുഷ്യനായിരുന്നു മോസസ് അല്ലെങ്കിൽ മോശ എന്ന് പറയുന്നത്. So Moses was one of the person who was filled with the glory of God. അവന്റെ ആഗ്രഹം എനിക്ക് ദൈവത്തെ കാണണം എന്നുള്ളതായിരുന്നു. ദൈവം പറഞ്ഞു, എന്നെ കണ്ടാൽ നീ So he had a ജീവനോടെ desire to ഇരിക്കത്തില്ല see എന്ന് God, and പറഞ്ഞു. God told him, if you see me, you will die. ആമേൻ. ദൈവം അവനെ ഒരു കൈ കൊണ്ട് മറച്ചിട്ട് അവൻ ദൈവത്തിന്റെ പിറകുഭാഗം അവനെ കാണിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So God only revealed his backside to him and covered him with his hands. ആമേൻ. മോശ ഇറങ്ങി വരുന്ന സമയത്ത് അവന്റെ മുഖം ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാ. So when Moses is coming down from the mountain, his face shone with the grace of God. അവൻ ഒരു മനുഷ്യൻ അവന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ വണ്ണം അവന്റെ മുഖം. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഈ ഒരു ബൾബ് കത്തി നിൽക്കുന്ന പോലൊന്നും തേജസ് അല്ല അവന്റെ മുഖത്ത് വ്യാപരിച്ചത്. ഒരാൾക്ക് അവന്റെ മുഖത്ത് നോക്കാതെ വണ്ണം തേജസ് ഉള്ളതായിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. His face was shining so brightly that no one could even look at his face. ബൈബിൾ പറയുന്നു, ദൈവം സംസാരിച്ച വചനം നിമിത്തം അവന്റെ മുഖം തേജസ് ഉള്ളതായി മാറി. It seems that his face was shining so brightly because of the words which God spoke to him. അവൻ ഒരു മൂടുപടം ഇട്ടുകൊണ്ടാണ് ജനത്തോട് സംസാരിച്ചത്. So Moses was wearing a veil and covered his face while he spoke to the people. പക്ഷേ പൗലോസ് പറയുകയാണ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോ സ്തോത്രം മോശയുടെ ഹല്ലേലൂയ പഴയ നിയമത്തിൽ അവൻ മരണത്തിന്റെ ശുശ്രൂഷ സ്തോത്രം നീക്കം വരുന്ന ശുശ്രൂഷ തേജസ്സുള്ളതായിരുന്നെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷക്കാരായ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തേജസ് എത്ര ഭയങ്കരമാണെന്ന് സ്തോത്രം പൗലോസ് ചോദിക്കുന്നുണ്ട്. അവിടെ 3-ാം അധ്യായം 2 കൊരിന്ത്യർ 3-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് പിന്നീട് അത് കുറച്ചുകൂടെ വിശദമായിട്ട് ചിന്തിക്കാം നമുക്ക് ആ ഭാഗത്തെ പറ്റി. So in 2 Corinthians, Paul is talking about the New Testament people and about the grace which we have received in Christ. നമുക്കറിയാം മോശ കനാൻ ദേശം കണ്ടില്ലെന്ന് നമുക്കറിയാം. We know that Moses didn't see the land of Canaan. പക്ഷേ മോശയെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിട്ട് മോശയോട് ദൈവം പറയാ, നീ ഇടത്തോട്ടും വലത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക എന്ന് പറയുമ്പോ അവൻ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ അവൻ നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഏതായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ദൈവ മഹത്വത്തിനകത്ത് നിന്നുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ അവൻ ആ കനാനെ ദർശിച്ചെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. But Moses was standing within the glory of God, and God is asking him to look at the east, west, north, south, and this is only possible if he is standing in the glory of God. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ദൈവ മഹത്വത്തെ കൊണ്ട് നിറയപ്പെട്ട വ്യക്തിയായിരുന്നു മോശ എന്ന് പറയുന്നത്. It is important to know that he was a man who was filled with the glory of God. നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ കനാൻ ദേശം കാണുന്നതൊന്നും വലിയ വിഷയമല്ല. അതിനേക്കാളൊക്കെ ഭയങ്കരമായ ദൈവ മഹത്വം ദർശിച്ച ഒരു മനുഷ്യൻ. He was not very keen to see the land of Canaan. He was more keen to receive the glory of God. ഇന്ന് രാത്രിയിൽ ആ ദൈവ മഹത്വമാണ് യേശുക്രിസ്തുവിലൂടെ നഷ്ടപ്പെട്ട ദൈവ മഹത്വം എനിക്കും നിങ്ങൾക്കും യേശുക്രിസ്തുവിലൂടെ ദൈവം തിരിച്ചു തരുവാൻ തക്കവണ്ണം ഏദനിൽ നഷ്ടപ്പെട്ട മഹത്വം ഇപ്പോ എന്റെയും നിങ്ങളുടെയും അകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്? How many of you realize that the glory of God which was lost in Eden is now within us? അവിടെ ബൈബിളിൽ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ദൈവം ഏദനിൽ ഒരു തോട്ടം സൃഷ്ടിച്ചെന്നാണ് വായിക്കുന്നത്. ഏദനിൽ ദൈവം ഒരു തോട്ടം സൃഷ്ടിച്ചെന്നാണ് വായിക്കുന്നത്. So in Bible we can read that God created a garden in Eden. സ്തോത്രം അങ്ങനെയല്ലേ വായിക്കുന്നത്? 2-ാം അധ്യായത്തില് സ്തോത്രം നമ്മൾ വായിക്കുന്നത് 8-ാം വാക്യം വായിച്ചേ. 8th verse, the Lord God planted a garden eastward in Eden. അപ്പൊ ഏദനിൽ ദൈവം ഒരു തോട്ടം സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So God planted a garden in Eden.
ആമേൻ. അപ്പോ ദൈവ മഹത്വത്തെ കൊണ്ട് നിറയപ്പെട്ട സ്ഥലമായിരുന്നു ഏദൻ തോട്ടം എന്ന് പറയുന്നത്. So this Garden of Eden was filled with the glory of God. ആമേൻ. അവിടെ ദൈവം ഒരു തോട്ടം സൃഷ്ടിക്കുന്നു, അവിടെ മനുഷ്യനെ ആക്കുന്നു. So God is placing man in this garden. ആമേൻ. എന്നാൽ ആ മഹത്വത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോയി. പക്ഷെ യേശു ക്രിസ്തുവിലൂടെ ആ ദൈവിക മഹത്വം, എനിക്ക് തന്നിട്ടുള്ള മഹത്വം യേശു പറയുക, ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് ആമേൻ പ്രാർത്ഥിക്കാം. So this glory which was lost by man in the Garden of Eden, through Christ, we receive this glory of God. Let us close our eyes and pray. ആമേൻ. ദൈവം പറയുക, ദൈവം നമ്മളെ ആമേൻ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ ഇപ്പോ മുൻ നിയമിച്ചിരിക്കുകയാണ്. So as we read in Ephesians chapter 1 verses 5, having predestined us to adoption as sons by Jesus Christ to himself, according നമ്മളെല്ലാവരും to the pleasure of his will. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ